ഹലോ ഫ്രണ്ട്സ്, മഴയും വെള്ളമൊക്കെ മാറിയപ്പോഴാണോ വെള്ളത്തിൻ്റെ വീഡിയോ എന്ന് പറയരുത് കേട്ടോ. ഇതുവരെ വരാത്തൊരു അതിഥിയാണ് ഈ ഞണ്ടെന്ന് പറയുന്നത്. ഇതുവരെ നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയിട്ട് വന്നിട്ടില്ല. സ്കൂൾ തുറപ്പൊക്കെ ആയപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി, അതാ വീഡിയോ ഇടാനായിട്ട് സമയം കിട്ടിയില്ല. അടുക്കളയിലൊക്കെ വെള്ളം കയറുന്നുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ പുറത്തൂടി ഒരു വണ്ടി പോയി കഴിയുമ്പോഴത്തേക്കിനും ഇതാ അവസ്ഥ. ഇത് നമ്മുടെ കണ്ണട്ടയാണേ, നമ്മുടെ കണ്ടത്തിലൊക്കെ കാണുന്ന അട്ട. നമ്മുടെ കാലെ പിടിച്ച് നന്നായിട്ട് ചോര വലിച്ചു ഉറ്റു കുടിക്കുന്നൊരു സാധനമായത്. എന്നിട്ടേ അത് വിടത്തുള്ളൂ. പിന്നെ മീനും അട്ടയും പാമ്പും എല്ലാം കണ്ടത്തിൽ നിന്നെല്ലാം ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു. പുറത്തൂടെ ഒരു വണ്ടി പോയി കഴിയുമ്പോഴത്തേക്കിനും ഇതാ അവസ്ഥ. നമ്മുടെ കടലൊന്നുമല്ല, ഇത് നമ്മുടെ വീടാണ് കേട്ടോ. കടലിലൊക്കെ തിരയടിക്കുന്ന പോലെ തന്നെ പെരക്കകത്തേക്ക് അടിച്ച് കയറുന്നുണ്ടായിരുന്നു. കുളിക്കാനൊക്കെ നമ്മുടെ ബാത്റൂം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടിട്ട് നമുക്കിവിടെ കുളിക്കാൻ പറ്റുകയില്ലായിരുന്നു. അപ്പം നമ്മൾ പുറത്ത് ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയാൽ കുളിച്ചുകൊണ്ടിരുന്നത്. സ്കൂൾ തുറന്നിട്ട് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇത് നമ്മൾ ജൂൺ 2-ാം തീയതി എടുത്ത വീഡിയോ ആണ്. സ്കൂളിൽ പോകാനായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെയാണ് ഞാനും എൻ്റെ പിള്ളേരും പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ, കുട്ടനാട്ടിലൊക്കെ ഇതിലപ്പുറമാണല്ലോ എന്നോർത്ത് സമാധാനിക്കാം. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് വൃത്തിയാക്കുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ, അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേറ് പോകത്തില്ല നമ്മൾ എത്ര വൃത്തിയാക്കിയാലും. അങ്ങനെ ഒരു വാട്ടർ ഗണ്ണ് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ അതുകൊണ്ടിട്ട് വൃത്തിയാക്കിയപ്പം ഏതാണ്ട് ലെവലായി. 9:30 ഏതാണ്ട് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വാഷിംഗ് മെഷീനും ചെടികളും സാധനങ്ങളും എല്ലാം തിരിച്ച് വെച്ചപ്പോഴത്തേക്കിനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സി യു.